ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധി എന്നുള്ള നമ്മുടെ എപ്പിസോഡ് ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാമുഖ്യം നൽകി ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ ഒരു പഠനം എന്ന വിഷയമാണ്. എന്തുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പ്രാധാന്യത എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് സഭ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടും ആദിമസഭയുടെ ഒരു മാതൃക നാം മനസ്സിലാക്കേണ്ടതും കൂടുതൽ അതിനെക്കുറിച്ച് അറിയേണ്ടതും വളരെ ആവശ്യമാണ്. സഭയുടെ ആരംഭം മുതൽ മുന്നോട്ടുള്ള അതിന്റെ വളർച്ചയും പുരോഗതിയും വ്യാപനവും അപ്പോൾ തന്നെ പ്രചരണവും അത് ഭാഷകളെയും സമൂഹങ്ങളെയും സ്വാധീനിച്ച് ദേശങ്ങളിൽ സുവിശേഷത്തിന്റെ സ്വാധീനവും ശക്തിയും ഏഷ്യ മൈനറിൽ മാത്രമല്ല, മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ മാത്രമല്ല, യെരുശലേമിൽ നിന്ന് ആരംഭിച്ച ഒരു പകർച്ച റോമിലും എത്തി എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. മാളിക മുറിയിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രയാണം അത് തുർന്നോസിന്റെ പാഠശാല വഴി പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ആരംഭവും അവസാനവും. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വാടക വീട്ടിൽ തുടങ്ങി വാടക വീട്ടിൽ അവസാനിക്കുന്ന ഒരു പ്രമേയമാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. മർക്കോസിന്റെ മാളിക മുറി ശിഷ്യന്മാരുടെ സ്വന്തമല്ലായിരുന്നു. നമ്മുടെ കർത്താവിന് അന്ത്യത്താഴം ഒരുക്കുവാൻ തനിക്ക് ലഭിച്ച ഒരു വീടായിരുന്നു, അല്ലെങ്കിൽ മെശിഹായ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു ഈ മാളിക മുറി. അവിടെയാണ് ആദിമസഭയുടെ തുടക്കം. അവിടുന്ന് ആരംഭിച്ച ഒരു വലിയ ആത്മവ്യാപാരം അത് മതത്തെയും സംസ്കാരങ്ങളെയും തത്വചിന്തകളെയും ഭരണകൂടങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നതായി നമുക്ക് ഈ പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. രാഷ്ട്രീയ മതശക്തികൾക്കോ അപ്പോൾ തന്നെ പീഡനങ്ങൾക്കോ രക്തസാക്ഷിത്വത്തിനോ ഉപദ്രവങ്ങൾക്കോ ഒന്നും തടസ്സം ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയാത്ത സുവിശേഷത്തിന്റെ തേരോട്ടം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. മാളികമുറിയിൽ ശിഷ്യന്മാരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അതിന്റെ ഒരു വ്യാപാരമാണ് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ ദർശിക്കുവാൻ കഴിയുന്നത്. അത് യെരുശലേമിൽ നിന്ന് തുടങ്ങി ശമര്യയിലും കൊർന്നല്യോസിന്റെ പട്ടാള ക്യാമ്പിലും അന്ത്യോക്യ സഭയുടെ ഉപവാസത്തിലും എഫെസോസിൽ കൂടി അത് റോമയിൽ എത്തിച്ചേരുന്ന ഒരു പ്രേക്ഷിത വഴി നമുക്ക് ഈ പുസ്തകത്തിൽ ദർശിക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ 120 പേരുള്ള ഒരു സംഘം ഒരു സഭയായി മാറണമെങ്കിൽ ഒരു മാളികമുറി ആവശ്യമാണ്. ഇന്നും നമുക്ക് സംഘമുണ്ട്, സംഘടനയുണ്ട്, സംഘാടകരുണ്ട്, നല്ലതാണ്. പക്ഷെ സഭ സംഘടനയല്ല, അതൊരു ജീവൽ ബന്ധമാണ്. ക്രിസ്തുവുമായി വേർപിരിക്കാൻ കഴിയാത്ത ജീവൽ ബന്ധം. അപ്രകാരം ഒരു കൂട്ടായ്മയാണ് മാളികമുറിയിൽ രൂപപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ ശിഷ്യ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കാർക്കും പരിചിതമല്ലാത്ത സ്ഥലമാണ് യെരുശലേം. ഇവരാരും 10 ദിവസം ഒരേ വിഷയത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സമയങ്ങൾ പരിശോധിക്കപ്പെടുന്നു, പരീക്ഷിക്കപ്പെടുന്നു. കാരണം ഇവരെല്ലാം ഗലീലക്കാരാണ്. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് യാതൊരു അറിവോ ധാരണയോ എന്തെങ്കിലും മുൻകാല അനുഭവങ്ങളോ അവർക്കില്ല. അത് മാത്രമല്ല, ഇവരെല്ലാം ജീവിതം ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ്. ഇവർ നാളെ മറുപടി പറയേണ്ട ഒരു സമൂഹം ഇതിന് ചുറ്റുപാടും. അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ അനവധിയാണ്. കാരണം ഈ ശിഷ്യ സമൂഹത്തിന്റെ കൂട്ടത്തിലേക്ക് ഒരാളെ പോലും കിട്ടത്തില്ല. കാരണം ഒന്നാമത് എടുത്തു പറയത്തക്ക യാതൊരു പ്രശസ്തിക്കോ പ്രശംസയ്ക്കോ ധാർമ്മികമായ ഔന്നത്യമോ സമൂഹത്തിൽ എന്തെങ്കിലും ഉന്നത സ്ഥാനീയമുള്ള ആരും ഇവരുടെ ഇടയിലില്ല. വെറും സാധാരണക്കാർ, അപ്പോൾ തന്നെ പഠിപ്പില്ലാത്തവർ. ഇനിയും ഇവരിൽ തന്നെ പലർക്കും അന്യോന്യമുള്ള പരസ്പര ധാരണയും ഐക്യതയും ഇല്ലാത്തവരാണെന്ന് ചിന്താഗതി എല്ലാവർക്കും. കാരണം ക്രൂശ് വിട്ട് നിശ്ചിത അകലങ്ങളിലേക്ക് ഓടിപ്പോയവർ, പിന്മാറിപ്പോയവർ, ഇനി ഒരു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ വേണ്ടാന്ന് വെച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയവർ, ഉയർത്തെഴുന്നേൽപ്പ് പോലും വിശ്വസിക്കാൻ കഴിയാതെ യേശുക്രിസ്തുവിന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള റോമൻ സൈന്യം ഉന്നയിക്കുന്ന കുറ്റത്തിന് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളവർ. ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രധാനപ്പെട്ട ടീം ലീഡർ, നായകൻ അത് യേശുവാണ്. യേശുവിനെ ക്രൂശിച്ച് കൊന്നു, പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സത്യത്തെ വീണ്ടും കുഴിച്ചുമൂടി പണം കൊടുത്ത് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ ഒന്നാമത്തെ വെല്ലുവിളി യേശു ഉയർത്തത് സത്യമാണെന്ന് തെളിയിക്കണം. ഇതൊരു കള്ളക്കഥയോ കെട്ടുകഥയോ അല്ലെന്ന് അവർക്ക് തെളിയിച്ചേ പറ്റും. യേശുവിനെ അവർ കൊന്നു എന്നുള്ളത് യഹൂദ മതത്തിന് മുമ്പിൽ വളരെ സ്പഷ്ടമായ സംഗതിയാണ്. പക്ഷെ യേശു ഉയർത്തു എന്നുള്ളത് ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യവുമാണ്. യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുവാൻ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ പോയില്ല, ഹെരോദാവിന്റെ അരമനയിൽ പോയില്ല, റോമൻ ശതാധിപനെ അന്വേഷിച്ച് യേശു പോയില്ല, തനിക്കൊരു കല്ലറ കൊടുത്ത അരിമത്യയിലെ ജോസഫിന്റെ അടുക്കൽ പോയില്ല, തന്റെ ശരീരത്തിൽ പുരട്ടുവാൻ സുഗന്ധവർഗവുമായി തന്റെ കല്ലറയ്ക്കൽ വന്ന നിക്കോദിമോസിന്റെ അടുക്കൽ ഒരു നന്ദി പറയാൻ പോലും യേശു പോയില്ല. അവരുടെ ആരുടെ മുമ്പിൽ യേശു തന്റെ ഉയർപ്പ്
തെളിയിക്കുവാൻ പോയില്ല. പക്ഷെ പിന്മാറിപ്പോയ ശിഷ്യന്മാരെ തേടിപ്പോയി തന്റെ ശിഷ്യനെ തോമസിന്റെ അവിശ്വാസത്തിന് മുമ്പിൽ യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. വാദിച്ചും കലഹിച്ചും തർക്കിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ വിശ്വസിക്കാൻ കഴിയാതെ നിരാശ ബാധിച്ച് സ്വന്തം ഭവനങ്ങളിലേക്ക് ദൗത്യം വിട്ടു പിന്മാറിപ്പോയ ശിഷ്യന്മാരെ യേശു അവർക്ക് മുമ്പായി കടന്നുപോയി അവരെ മടക്കി വരുന്നു. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. മറ്റുള്ള ശിഷ്യന്മാർക്ക് മീൻപിടുത്തത്തിൽ അവരെ സഹായിച്ചു. പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് വീണ്ടും വീണ്ടും പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേൽപ്പ് ഒരു സത്യമാണെന്നും കെട്ടുകഥയല്ലെന്നും തെളിയിക്കേണ്ട ബാധ്യത ഇന്ന് ശിഷ്യന്മാർക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. പൊതുസമൂഹത്തോട് ഇവർ ഉത്തരം പറയണം. ഇനിയുമുണ്ട് വിഷയം. കൂടെയുള്ള യൂദ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. അതൊരു അപമാനമാണ്, ലജ്ജയാണ്. ഇങ്ങനെ രണ്ടും മരണം നടന്ന ഒരു കൂട്ടത്തിൽ നായകനെ ക്രൂശിച്ചു കൊന്നു. അവരുടെ മശിഹ, അവരുടെ യേശു ഇന്ന് അവരുടെ കൂടെ ഇല്ല. യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. ഇങ്ങനെയുള്ള ഒരു സമൂഹം അവരുടെ നിലനിൽപ്പ് തന്നെ വളരെ പ്രയാസമാണ്. പ്രിയമുള്ളവരെ, ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ആദിമ ശിഷ്യന്മാരെ ശക്തന്മാരാക്കി തീർത്ത ദൈവിക പദ്ധതിയുടെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. ലോകം എന്തെല്ലാം ചോദ്യം ഉയർത്തിയാലും മതവും മതത്തിന്റെ അധികാരികളും ഭരണകൂടവും നാടുവാഴികളും രാഷ്ട്രീയ നേതൃത്വവും ആലയത്തിലെ സേവകരും റോമൻ സൈന്യവും ഇന്ന് ഈ ശിഷ്യന്മാർക്ക് പ്രതികൂലമാണ്. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാളിക മുറിയിൽ 10 ദിവസം ഒരുക്കപ്പെട്ട ശിഷ്യന്മാർ 40 ദിവസത്തിന് പുറകിലുള്ള വ്യക്തികളല്ല. അവർ കാഴ്ചപ്പാടുകൾ മാറി, വെളിപ്പാടുകൾ മാറി, നിയോഗങ്ങൾ മാറി. എങ്ങനെ മാറി എന്ന് നാം ചിന്തിക്കുമ്പോൾ തീയുടെ ചൂടടയാളം അവർ ശരീരത്തിൽ പതിഞ്ഞു. പഴയതുപോലെ ഇനി സംസാരിക്കാൻ കഴിയത്തില്ല. നാവുകൾ പിളർന്നു. സ്വർഗീയ തീ അവരെ ശക്തരാക്കി മാറ്റി. തീക്കകത്ത് വെളിച്ചമുണ്ട്, നിറമുണ്ട്, ചൂടുണ്ട്. അതെ, അവർ പവർ ഹൗസുകളായി, ശക്തി കേന്ദ്രങ്ങളായി പുറത്തിറങ്ങി. അവിടെ മതം പരാജയപ്പെട്ടു. നാടുവാഴികൾ ഭ്രമിച്ചു. മതത്തിന്റെ അധികാരികൾ ഇവരെ ഭയപ്പെട്ടു. ശിഷ്യ സമൂഹം പിശാചും മതവും രാഷ്ട്രീയവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സംഘടിതമായി നിന്ന് പോരാടിയ ശക്തി കേന്ദ്രങ്ങളെ നിശബ്ദരാക്കി. പ്രിയമുള്ളവരെ, ഇതൊന്നും തുടരുകയാണ്. സഭ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. സഭ അതിന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടില്ല. പാതാള ഗോപുരങ്ങൾക്ക് സഭയെ ജയിക്കുവാൻ കഴിയത്തില്ല. നമുക്കൊരിക്കലും ഗോപുരത്തിന് ഉയരം വിഷയമല്ല, പാതാളത്തിന് ആഴവും വിഷയമല്ല. നിർമ്മിക്കപ്പെടുന്ന സഭ, യുദ്ധം ചെയ്യുന്ന സഭ, ക്രിസ്തു പണിയുന്ന സഭ സകല പ്രതികൂലങ്ങളെയും തടവറകളെയും പീഡനങ്ങളെയും വാളിനെയും അധികാരപത്രത്തെയും ഇതിനെയെല്ലാം സഭ അതിജീവിക്കും. നമുക്ക് വിശ്വസിക്കാം, ഇതൊരു ദൈവപ്രവൃത്തിയുടെ നാളുകളാണ്. നമുക്കൊരു മാളിക മുറിയാണ് ആവശ്യം. അവിടെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി വിശുദ്ധന്മാരെ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.